നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കിയാലോ. മങ്കട മീനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ചട്ടി ചൂടായതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴത്തേന് അരപ്പെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും. 2 മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അരപ്പ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായി ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തോട്ടുപുളി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കണം. കറി ഇനി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. കറി ഇപ്പോൾ നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് 20 മിനിറ്റ് നേരം മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും മീനെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.